ഇനി നമുക്ക് കൗതുകകരമായ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. പറഞ്ഞു വരുന്നത് പലതരത്തിലുള്ള വാഴകൃഷി ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ്. അതെ, ഈ പ്രത്യേകിച്ച് ഈ വാഴ സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം വാഴ എന്നുള്ള വാക്കും അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ചയായ സമയത്ത് തന്നെയാണ് ഈ ഒരു കൗതുക വാർത്തകൾ വരുന്നതും. നാട്ടിലുള്ളതും നാട്ടിലില്ലാത്തതും കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ വാഴകളുടെ ഇടയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ എസ് വിനോദിന്റെ കൃഷിയിടത്തിലേക്കാണ് നമ്മുടെ യാത്ര. പക്ഷേ നാട്ടിൽ ഇദ്ദേഹത്തെ അറിയണമെങ്കിൽ വാഴച്ചേട്ടൻ എന്ന് പറയാം. നാലേക്കർ കൃഷിയിടം, 64 വയസ്സായിട്ടും പ്രായം തളർത്താത്തൊരു മനുഷ്യൻ. ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ. നിറയെ വാഴ, വാഴ മാത്രം. ഏത്തൻ, പൂവൻ, ഞാലിപ്പൂവൻ, കപ്പ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള വാഴപ്പഴങ്ങൾ വിരലിൽ എണ്ണി ഒതുക്കാം. എന്നാൽ ഇവിടെ 540-ലധികമാണ് ഇനങ്ങൾ. ദേ ചെടിയിൽ പൂ പിടിച്ചു നിൽക്കുന്നത് പോലെ ഈ കാണുന്നതാണ് മൂസ വെല്ലൂട്ടിന. ഇത് ബംഗാളുകാരുടെ പഴമാണ്. ഇത് മധുരമാണ്. ഇതേപോലെ വിത്താണ് നിറച്ച്. ഇതെല്ലാം ഓരോന്നും ഓരോ ഇനം വാഴയാണ്. രാജ്യത്ത് എല്ലായിടത്തും സന്ദർശിച്ചാണ് വിനോദ് എന്ന വാഴച്ചേട്ടൻ വാഴകൾ ശേഖരിക്കുന്നത്. ഇത് നമ്മുടെ പ്രസിദ്ധമായ തിരുവനന്തപുരം വാഴയാണ്. ഇത് 1940-കളിലുള്ള ഒരു ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ വാഴയെക്കുറിച്ച് കിട്ടുന്നത്. തിരുവനന്തപുരം എന്നൊരു വാഴയുണ്ട്, അത് അപൂർവ വാഴയാണെന്നും ഞാൻ അതിനങ്ങനെ തപ്പി ട്രേസ് ചെയ്ത് അവസാനം ചെറ്റടിയിലൊരു ഫാം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ. ആ ഫാമിൽ നിന്ന് കിട്ടിയ വാഴ കന്നാണിത്. ഇത് നമ്മളെ ഹോൺഡ്രാസുകാരുടെ ഫിയ 1. ഇതിന് ഗോൾഡ് ഫിംഗർ എന്നും പേരുണ്ട്. ഇത് നല്ല പുളി കലർന്ന മധുരമാണ്. 7ഓളം വാഴകൾ ഹോൺഡ്രാസുകാരുടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള വാഴയാണ്. ബ്ലൂ ജാവയാണ്. അതിൻ്റെ നീല കളറ്, നല്ല നീല കളർ വരേണ്ടതാണ്. കാലക്രമേണ ആ നീല കളറൊക്കെ പോയി ഇവിടെ. ഇതിന് ഐസ്ക്രീം ബനാന എന്ന് പറയപ്പെടുന്നു. ഫ്ലേവർ സാധാരണ നമ്മുടെ നാട്ടിലെ പേയം പഴത്തിൻ്റെ അതേ രുചിയാണ്. വാഴക്കുലകൾ കാര്യമായി വിൽക്കാറില്ല. എക്സിബിഷനുകളിലൂടെയാണ് വരുമാനം. വാഴത്തൈകൾക്ക് വലിയ ഡിമാൻഡാണ്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ചിങ്ങൻ എന്നൊരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴയെക്കുറിച്ച് നെറ്റിലൊക്കെ തപ്പി ട്രേസ് ചെയ്ത് പോയപ്പോഴാണ് ഒരുപാട് ഇനം വാഴകൾ, കേരളത്തിൽ അപൂർവമായ വാഴകളുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പോയി ഇന്ത്യയിൽ മുഴുവൻ നടന്ന് വാഴ കളക്ട് ചെയ്ത് ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് പേര് വന്നു, പത്രങ്ങളിൽ വന്നു, ന്യൂസിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ തന്നെ ഇങ്ങോട്ട് എൻ്റെ കയ്യിൽ ഇന്ന വാഴയുണ്ട്, എനിക്ക് വേറൊരു വാഴ തിരങ്ങി തരും, അങ്ങനെ തുടങ്ങി. അങ്ങനെ ഇന്ത്യ മുഴുവൻ അങ്ങേറ്റം ഡിബ്രുഗഡ് വരെ പോയി വാഴക്ക നടത്തിയിട്ടുണ്ട്. ലാഭം ഉണ്ടോ വെച്ചാൽ ഇപ്പോൾ ലാഭമുണ്ട്. എക്സിബിഷനൊക്കെ വരുമ്പം പ്രധാനമായിട്ടും ഞങ്ങളുടെ 12 പഴങ്ങൾ ചേർത്തുള്ള പായസം, 10 പഴങ്ങൾ ചേർത്തുള്ള സർബത്ത് എന്നിവ ലാഭമാണ്. മാത്രമല്ല ഇപ്പം വാഴക്കന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. മകനൊപ്പം ചേർന്നാണ് വാഴക്കൃഷി. ചെറുപ്പം മുതൽ വാഴക്കൃഷിയാണെങ്കിലും വ്യത്യസ്ത ഇനം വാഴകൾ എന്ന കൗതുകം ആരംഭിക്കുന്നത് 13 വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്ത്യയിൽ വാഴയുള്ള ഏത് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെയെല്ലാം, വാഴയുള്ള ഏത് KVK ഉണ്ട് അവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വാഴ അവർക്ക് കൊണ്ടുകൊടുക്കും, അവിടെ നിന്നുള്ള വാഴ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോഴും പോയിട്ട് വന്ന് ബംഗാളിൽ നിന്ന് പോയി 7-8 വാഴക്ക നടത്തുന്നുണ്ട്. ബൈഷ, ബഗഡ, അങ്ങനെ 2-3 വാഴകൾ. വാഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമല്ലേ തിരുവനന്തപുരം അല്ലെ കേരളം. 28-32 ഡിഗ്രി സെൻറ്റിഗ്രേഡും വെള്ളവും ഉണ്ടെങ്കിൽ വാഴയ്ക്ക് സുഖമാണ്. ആ ചുവന്നത് അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ്. അങ്കൂർ 2 എന്നാണ് പേര് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ ഇത്രയധികം വാഴകളുടെ വ്യത്യസ്ത ഇനം ശേഖരമുണ്ടോ എന്ന് സംശയമാണ്. എന്നിട്ടും നമ്മുടെ സർക്കാരിൽ നിന്നും വേണ്ടവിധ പിന്തുണ ലഭിക്കുന്നില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേണ്ടുവോളം പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുമാണ്
ഇദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.